ഇതൊരു പാട്ടിനെ പറ്റിയാണ്. പാട്ടെന്ന് പറയുമ്പോൾ സിനിമാ പാട്ടല്ല, നമ്മൾ ഈ ആൽബം സോങ് അല്ലെങ്കിൽ സിംഗിൾസ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരെണ്ണം. അപ്പോൾ എന്താ ഇപ്പോൾ ഈ പാട്ടിന്റെ പ്രത്യേകത, എന്താ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ എന്നതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ഇദ്ദേഹത്തെക്കുറിച്ചും നമ്മൾ 90s കിഡ്സിന് ഇദ്ദേഹം ആരായിരുന്നു എന്നതിനൊക്കെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് ലോക്ക്ഡൌൺ സമയത്താണ് ഈ പാട്ട് റിലീസാവുന്നത്. അക്ഷയ് കുമാർ അടക്കം ബോളിവുഡിലെ പല മെയിൻ സ്ട്രീം ആക്ടേഴ്സും ഇതുപോലുള്ള ആൽബം സോങ്സിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു ടൈം. അങ്ങനെ ഇമ്രാൻ ഹഷ്മിയുടേതായും ഒരു സോങ് റിലീസ് ആവുകയാണ്. പുള്ളി ഓൾറെഡി അറിയപ്പെടുന്നത് ഗോഡ് ഓഫ് ഹിറ്റ് സോങ്സ് എന്നാണ്. ആൻഡ് ഇവിടെയും പുള്ളി ആ പ്രതീക്ഷ തെറ്റിച്ചില്ല. ഇതൊരു നൈസ് പാട്ടാണ്. എന്നാൽ അത് മാത്രമാണോ ഇതിന്റെ പ്രത്യേകത? അല്ല. പൊതുവെ നമുക്ക് ഈ ഒരു ആൽബം സോങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടാലും റിപ്പീറ്റേറ്റീവായി കാണാനും മാത്രം ഒന്നും അതിന്റെയൊന്നും വിഷ്വലൈസേഷനിൽ ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ അത് വ്യത്യസ്തമാണ്. ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രംഗങ്ങൾ അഥവാ ഈ പാട്ടിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ സംഗതി തീരുമ്പോഴേക്ക് ഒരു സിനിമ കണ്ട ഫീല് നിങ്ങൾക്ക് കിട്ടും. ആക്ഷനും റൊമാൻസും ഇമോഷണൽ സീൻസും ഒക്കെയുള്ള ഒരു കംപ്ലീറ്റ് സിനിമ. ഇതുമാത്രമാണോ ഇതിന്റെ പ്രത്യേകത? തീർന്നില്ല. ആ വീഡിയോ സോങ് മൊത്തം കഴിഞ്ഞാൽ അതിന്റെ അവസാനം ഒരു സംഗതി എഴുതി കാണിക്കും. അതൊന്ന് വായിച്ചാൽ അതുവരെ നമുക്ക് കിട്ടിയതിന്റെ എഫക്റ്റ് ഡബിൾ ആവും. സോ ഈ പാട്ട് ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ, ഇതിന്റെ വീഡിയോ സോങ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് നഷ്ടമാവില്ല.